കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിൽ വിജിലൻസ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് പരിശോധന. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, ഏതോ വർഷം സംസ്ഥാനത്തെ മികച്ച പോലീസ് സ്റ്റേഷനിൽ ഒന്നിന് പുരസ്കാരമൊക്കെ കിട്ടിയ സ്റ്റേഷനാണ് കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷൻ. ശ്രീജിത്ത് കൊടേരിയുടെ ഈ പറയുന്ന ഈ ഉപഹാരം വാങ്ങലുമായി ബന്ധപ്പെട്ടാണോ ആ പരിശോധന? വിജിലൻസ് അത് സ്ഥിരീകരിക്കുന്നുണ്ട്. ആഷ്മി, ടൗൺ SHO ആയിട്ടുള്ള ശ്രീജിത്ത് കൊടേരി ആ നഗരത്തിലെ തന്നെയുള്ള വ്യവസായി ആയിട്ടുള്ള വ്ളോഗറിൽ നിന്നും ഉപഹാരം കൈപ്പറ്റുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. അത് പിന്നീട് വിവാദമായിരുന്നു. പോലീസ് ആക്ടിന്റെ ലംഘനമാണ്, സർക്കാർ ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റച്ചട്ട ലംഘനം ഉൾപ്പെടെ അതിൽ ഉണ്ട് എന്ന കാര്യമൊക്കെ വിമർശനമായി ഉയർന്നു വരികയും ചെയ്തിരുന്നു. അതിൽ വകുപ്പ് തല അന്വേഷണം നടക്കുകയാണ്. കണ്ണൂർ കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം സ്പെഷ്യൽ ബ്രാഞ്ച് ഡെപ്യൂട്ടി കമ്മീഷണറുടെ നേതൃത്വത്തിലാണ് ഇത് സംബന്ധിക്കുന്ന അന്വേഷണം ഉൾപ്പെടെ നടക്കുകയും ചെയ്യുന്നത്. അതിനിടെയാണ് ഇപ്പോൾ വിജിലൻസിന്റെ പരിശോധനയും ഇത് സംബന്ധിച്ചുണ്ടാവുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏകദേശം 30 മിനിറ്റോളം സമയമെടുത്താണ് വിജിലൻസ് ഡിവൈഎസ്പി സുരേഷ് ബാബുവിന്റെ നേതൃത്വത്തിൽ കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ പരിശോധന നടത്തിയത്. ആ സമയത്ത് ടൗൺ SHO ശ്രീജിത്ത് കൊടേരി ആ സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഉപഹാരം കൈപ്പറ്റിയതുമായി ബന്ധപ്പെട്ടാണ് ഈ പരിശോധന എന്ന് ഈ വിജിലൻസ് അതിനുശേഷം സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷേ കൂടുതൽ വിശദാംശങ്ങൾ വെളിപ്പെടുത്താൻ ഈ ഘട്ടത്തിൽ സാധിക്കില്ല. അന്വേഷണത്തിന്റെ പരിധിയിലാണ് എന്നതാണ് വിജിലൻസ് എന്തായാലും വ്യക്തമാക്കുന്നത്. എന്തായാലും കണ്ണൂരിലെ നഗരത്തിലെ തന്നെയുള്ള പോലീസ് സ്റ്റേഷനാണ് അവിടുത്തെ SHOക്കെതിരെ ഉയർന്നിട്ടുള്ള ആരോപണത്തിൽ, അതായത് ഈ ഉപഹാരം കൈപ്പറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരാതിയിലാണ് ഇത് സംബന്ധിച്ചുള്ള പരിശോധന നടത്തിയത്. ഇതിൽ മുഖ്യമന്ത്രിക്ക് ഒരാൾ പരാതി നൽകിയിരുന്നു. അതിനുശേഷം മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയയാളെ അപമാനിച്ചു എന്ന തരത്തിൽ ശ്രീജിത്ത് കൊടേരിക്കെതിരെ അയാൾ കോടതിയും സമീപിച്ചിരുന്നു, വിജിലൻസിനെയും സമീപിച്ചിരുന്നു. പക്ഷേ അയാളുടെ പരാതിയിലാണോ വിജിലൻസിന്റെ പരിശോധന എന്ന കാര്യം നിലവിൽ വ്യക്തമാക്കിയിട്ടില്ല. നിലവിൽ ഇപ്പോൾ ഉയർന്നിട്ടുള്ള ആരോപണങ്ങൾ, പരാതികൾ, അന്വേഷണം, അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ വിജിലൻസിന്റെ കൂടി പരിശോധന ഉണ്ടാവുന്നത് എന്ന കാര്യം വിജിലൻസ് ഡിവൈഎസ്പി തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ വരും മണിക്കൂറിൽ പുറത്തു വരികയും ചെയ്യും. ഓക്കെ, അരുൺ പൂപ്പറമ്പയാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ശ്രീജിത്ത് കൊടേരിക്ക് ഈ ഉപഹാരം TV-യിൽ കാണുന്ന അല്ലെങ്കിൽ ദൃശ്യങ്ങൾ കാണുന്ന ഉപഹാരം നൽകിയതൊക്കെ വലിയ വിവാദമായിരുന്നു. അതിന്റെ തുടർച്ചയിലാണ് അവിടെ വിജിലൻസ് പരിശോധന. ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് പരിശോധന എന്നാണ് അറിയാനും കഴിയുന്നത്.